Welcome to my today's recipe. Space tree flying through the skies and petals happen everywhere. Here I am where the movie started, facing at a photo they've taken. Space tree flying through the skies and petals happen everywhere. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡോൾ കേക്ക് ആണ് ഇന്ന് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പം ഈ ഡോൾ കേക്ക് അറേഞ്ച് ചെയ്തത്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡോൾ കേക്കിൻ്റെ ബേസ് ഒരു എഗ്ലെസ് കേക്ക് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു കേക്കിന് വേണ്ടി ആദ്യം തന്നെ 1 കപ്പ് മൈദ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഞാനിപ്പം ഇത് അരിപ്പയിലിട്ട് ചെയ്യുന്നില്ല, 1 സ്പൂൺ യൂസ് ചെയ്താണ് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തു, 1 പിഞ്ച് ഉപ്പ് ചേർത്തു. വീണ്ടും നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചേർക്കുന്നത്. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്യാം. മൈദ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. എഗ്ലെസ് കേക്കാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അര കപ്പ് തൈര് ചേർക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഇതൊട്ടും തണുപ്പില്ലാത്ത തൈരാണ്. തൈര് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അതിൻ്റെ തണുപ്പ് പോകുന്നത് വരെ പുറത്ത് വെച്ച് അതിന് ശേഷം വേണം ഈ കേക്കിൻ്റെ മിക്സിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഒരു സൈഡിലേക്ക് പതുക്കെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മൈദ ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ആയി കിട്ടും. ഇതിപ്പം എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ചേർക്കുകയാണ്. ഒട്ടും തണുപ്പ് ഇല്ലാത്ത പാലാണ് ചേർക്കുന്നത്. കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്തിരുന്നു. അത് വീഡിയോ മിസ്സായി പോയതാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്നും അല്ലാതെ ഈസി ആയി തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ മിക്സിങ് കഴിയുമ്പോഴേക്കും ഇപ്പോൾ കേക്ക് ബാറ്റർ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് സ്കൈ ബ്ലൂ ജെൽ കളർ ചേർക്കുകയാണ്. ഇപ്പോൾ ഈ കളർ ചേർക്കുന്നത് ഓപ്ഷണലാണ്, ചേർക്കണമെന്നില്ല. കേക്കിന് വേണ്ടി ക്വാളിറ്റിയുള്ള കളേഴ്സ് തന്നെ എപ്പോഴും യൂസ് ചെയ്യാം. ഞാൻ കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ ജെൽ കളറാണ്. ഇനി ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിക്കുകയാണ്. മോൾഡൊന്നും ഇല്ലാതെ നോർമൽ കേക്ക് ട്രേയിലേക്ക് തന്നെയാണ് ഇപ്പം ഈ ബാറ്റർ ഒഴിക്കുന്നത്. ഈ കേക്ക് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഈ ഒരു പാനിലാണ്. അപ്പോൾ ഈ പാന് ഞാൻ കേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പം ഈ പാന് നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ട്രേ വെക്കാം. നല്ല എയർ ടൈറ്റായി കിട്ടാൻ വേണ്ടി ഈ മൂടിയിലുള്ള ഹോൾസ് ഞാനൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. ഈ കേക്ക് ബേക്ക് ആയോ എന്ന് നോക്കാം. ഇങ്ങനെ ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഒക്കെ യൂസ് ചെയ്ത് കേക്ക് നന്നായി ബേക്ക് ആയോ എന്ന് നോക്കാം. ഇങ്ങനെ കേക്ക് ബേക്ക് ആവുന്ന സമയമൊക്കെ ചിലപ്പം ഓരോരുത്തരുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനും കേക്ക് ട്രേയുടെ സൈസിനും ഒക്കെ അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം കേക്ക് ബേക്ക് ആയോ എന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ കേക്ക് ഇപ്പം എല്ലാ സൈഡിലും നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. കേക്കിൻ്റെ ചൂട് തണിയാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഈ ഷുഗർ സിറപ്പിന് വേണ്ടി 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളച്ച് പഞ്ചസാര നന്നായി മെൽറ്റായി കിട്ടുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. വനില ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വനില എസൻസ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കേക്ക് ബാറ്ററിൽ ഓൾറെഡി നമ്മൾ ചേർത്തതാണ് വനില എസൻസ്. അപ്പം കൂടുതലായിട്ട് വനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഷുഗർ സിറപ്പിൽ ചേർക്കുന്നത് ഒഴിവാക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാര നന്നായി മെൽറ്റായി ഈ വെള്ളമൊക്കെ നന്നായി തിളച്ചു. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ചൂട് നന്നായി തണിഞ്ഞ ശേഷം കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് കേക്കിലേക്ക് ഒഴിക്കാം. ഈ കേക്കിൻ്റെ ചൂട് നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഇതിലെ ബട്ടർ പേപ്പർ ഒഴിവാക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ കേക്ക് പൊട്ടിപ്പോവാതെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ കേക്ക് 2 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം കട്ട് ചെയ്യുന്ന ഭാഗം ഒരു കത്തി കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സാധാരണ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ നൂല് ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ലെവലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പതുക്കെ മാറ്റി വയ്ക്കാം. ഈ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 500 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു കേക്കിന് വേണ്ടി ഇപ്പം ബീറ്റ് ചെയ്ത് വെച്ചത്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഇതിന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഷുഗർ സിറപ്പിലേക്ക് കേക്ക് നന്നായി ഒന്ന് സോക്കായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന അടുത്ത ലെയർ കേക്ക് വയ്ക്കാം. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്ക് മുഴുവനായും വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് കേക്കിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കാം. കേക്കിൻ്റെ ഐസിങ് എല്ലാം കഴിഞ്ഞു. അധികം നീറ്റായിട്ടല്ല ഞാനിപ്പം ഈ കേക്ക് ഐസിങ് ചെയ്തെടുത്തത്. കാരണം ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ കവർ ചെയ്യും. ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്കൈ ബ്ലൂ കളറാണ് ചേർത്തത്. ആദ്യം 1 ഡ്രോപ്സ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ഡ്രോപ്സും കൂടി ചേർക്കാം. ഓൾറെഡി ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ കളർ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവർ ബീറ്റായി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം 1 സെക്കൻഡ് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പൈപ്പിംഗ് ബാഗിലേക്ക് കളർ ചേർത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ നോസിലിൻ്റെ അളവിനനുസരിച്ച്
പൈപ്പിംഗ് ബാഗ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ യൂസ് ചെയ്യുന്ന നോസിൽസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യാം. നല്ല എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു ബാർബി ഡോൾ കേക്ക് ഉണ്ടാക്കണം, പക്ഷേ എൻ്റെ കയ്യിൽ ഒട്ടും സമയമില്ല. അങ്ങനെയാണ് ഞാനിപ്പം എളുപ്പത്തിൽ ചെയ്യുന്ന ഈ ഒരു സിറ്റിംഗ് ഡോൾ കേക്ക് ഉണ്ടാക്കി നോക്കുന്നത്. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് കേക്കിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കാം. സ്റ്റാർ നോസിലാണ് ഞാൻ ഇനിയുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ കളറാണ്. ഡോൾ കേക്ക് ഉണ്ടാക്കുമ്പം ആദ്യം ഡോളിനെ ഈ കേക്കിൽ പ്ലേസ് ചെയ്ത് ആ ഡോളിൻ്റെ ചുറ്റും ഡിസൈൻ ചെയ്തെടുക്കുന്ന രീതിയിലും ചെയ്തെടുക്കാം. ഞാനിപ്പം ആദ്യം ഡിസൈനാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് ഡോൾ പ്ലേസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി കേക്കിൻ്റെ ഏകദേശം സെൻറ്ററിലായി ഈ ഒരു ഡോളിനെ വെക്കാം. ഈ ഡോളിനെ കേക്കിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഡോളിൻ്റെ 2 കൈയും ഒന്ന് പൊക്കി വെച്ചിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇത് ചെറിയ സൈസിലുള്ള ഡോളാണ്. ഇത് കേക്ക് ബേക്കിംഗ് ഐറ്റംസിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി ഈ ഡോളിൻ്റെ ഉടുപ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 2 ബ്ലൂ കളർ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാണ്. ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. കേക്ക് ഒട്ടും ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസിയായി വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണിതൊക്കെ. ഇനി ബാക്കിയുള്ള കേക്കിൻ്റെ ഡിസൈൻ ഫിൽ ചെയ്യാത്ത സ്ഥലത്തൊക്കെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും ഈ ഒരു ഡോൾ കേക്കിന് വേണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല അട്രാക്റ്റീവ് കളേഴ്സൊക്കെ ആണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ. എനിക്ക് ഈ ഒരു ബ്ലൂ കോമ്പിനേഷൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ചൂസ് ചെയ്തത്. എളുപ്പത്തിൽ ഒരു ഡോൾ കേക്ക് റെഡിയായി. ഇപ്പം കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇത് 1 kg കേക്ക് ബോക്സിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കേക്ക് ബോക്സിലേക്ക് മാറ്റി നന്നായി ക്ലോസ് ചെയ്താണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. എന്നിട്ട് നന്നായി തണുത്ത ശേഷം കഴിക്കാവുന്നതാണ്. ഈ ഈസി ഡോൾ കേക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.